ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മലപ്പുറത്ത് തങ്ങൾപ്പടിയിൽ നിന്നും നാടിനെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചു. സ്വർഗം കാണാത്തവർക്ക് സ്വർഗം കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. മലപ്പുറത്ത് തങ്ങൾപ്പടി വാസുപ്പടിയിലാണ് ഈ ഒരു ലോഡ്ജ് അല്ലെങ്കിൽ ഒരു വാടക വീട് പ്രവർത്തിക്കുന്നത്. കണ്ട പോലീസ് വരെ ഞെട്ടി. പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതില്ല. കാരണം നമ്മുടെ കുട്ടികളെയെല്ലാം നമ്മൾ പണം കൊടുത്ത് അതുപോലെ തന്നെ കോളേജിലും സ്കൂളിലെല്ലാം പറഞ്ഞയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭാവി ജീവിതത്തിന് നല്ലതാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കാണണം. കാരണം കേരളത്തിലെ എല്ലാ മാതാപിതാക്കളും ഇത് അറിയുകയും ചെയ്യണം. വാസുപ്പടിയിലുള്ള ഒരു അപകടവുമായി ബന്ധപ്പെടുത്തി പോലീസിന്റെ അന്വേഷണം ചെന്നു നിന്നത് ഒരു വാടക വീട്ടിലാണ്. ആ വാടക വീടിന്റെ പേര് തന്നെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ പേരാണ് സ്വർഗ്ഗലോകം എന്നാണ്. സ്വർഗം കാണാത്തവർക്കുള്ള ഒരു സ്വർഗം അവരവിടെ പോയാൽ കാണിച്ചു തരും. അത്തരത്തിൽപ്പെട്ട സ്വർഗമാണ് അവിടെ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാക്കിൽ തന്നെ വീണുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളും അതുപോലെ തന്നെ യുവാക്കളും അങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. ഒരു ദിവസം 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപയുടെ കച്ചവടമാണ് നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശത്ത് ഇത്തരത്തിൽപ്പെട്ട ഒരു വാടക വീട്ടിൽ നടക്കുന്നത് എന്ന് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. നിങ്ങളുടെ വീടിനെല്ലാം പല റൂമുകൾക്ക് നിങ്ങൾ പല പേരുകൾ നിർദ്ദേശിക്കും. ചിലപ്പോൾ ഡൈനിങ് ഹാൾ, അതുപോലെ തന്നെ ലിവിംഗ് റൂം, അതുപോലെ തന്നെ ബെഡ്റൂം എന്നൊക്കെ പറയുന്നത് പോലെ ഈ സ്വർഗ്ഗലോകത്തിലും ഓരോ വീടിൻ്റെ ഓരോ റൂമിനും ഓരോ പേരുകളാണ്. ആ പേരുകളൊക്കെ കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഞെട്ടലുണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് സത്യം. ഒന്നാമത്തെ റൂമിൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വർഗം എന്നുള്ള ഒന്നാമത്തെ റൂം തന്നെ അവർ എഴുതി വെച്ചത് സ്വർഗ്ഗലോകം എന്ന് തന്നെയാണ്. അവിടെ കയറിയാൽ തീർച്ചയായിട്ടും അവർ സ്വർഗം കാണിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ റൂമാണ് ബെർലിൻ. മൂന്നാമത്തെ റൂമിൻ്റെ പേരാണ് ചാർലി. ഇതൊക്കെ സിനിമാ പേരൊന്നുമല്ല, ഈ സ്വർഗ്ഗലോകത്തിലുള്ള റൂമിൻ്റെ പേരുകളാണ്. അത് നാലാമത്തെ ഒരു പേര് എന്ന് പറഞ്ഞാൽ ചുവന്ന കണ്ണ്. അവർ പറയുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണ് ചുവക്കും. അതുകൊണ്ട് തന്നെയാണ് ചുവന്ന കണ്ണ് എന്ന് പറയുന്നത്. നാലാമത്തത് വലിയ ചിരി. നിങ്ങൾക്ക് അട്ടഹസിച്ച് ചിരിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയാൽ അങ്ങനെ ചിരിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ റൂഹിന് വിട. അതൊരു കാര്യത്തിൽ തീർച്ചയായിട്ടും അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു പേരാണ് റൂഹിന് വിട, ടോക്സിക്, അതുപോലെ തന്നെ സ്വർഗ്ഗലോകം, അതുപോലെ തന്നെ വലിയ ചിരി. ഇങ്ങനെയൊക്കെ പല പേരുകൾ നൽകിയിട്ട് ആ വീടിനകത്തുള്ള ഓരോ റൂമിനെയും അവർ ഇങ്ങനെ വേർതിരിച്ചിരിക്കുകയാണ്. കാരണം വരുന്നവരുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ലോകത്തിലാണോ പോകേണ്ടത്, സ്വർഗത്തിൽ കാണുന്നതിന് ശേഷം നിങ്ങൾക്ക് വലിയ ചിരിയാണോ വേണ്ടത്, അല്ലെങ്കിൽ റൂഹിന് വിടയാണോ നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനെ ബെർലിനാണോ ചാർലിയാണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു വാടക റൂമിനെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിലെ തീർച്ചയായിട്ടും ചിത്രങ്ങളും വീഡിയോകളുമാണ് നിങ്ങൾ കാണുന്നത്. തീർച്ചയായും വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം. ആ വീട് കാണുമ്പോൾ തന്നെ ആ വീടിൻ്റെ ചുവരുകളിലെല്ലാം പല രീതിയിലുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളും എഴുത്തുകളുമാണ് അവർ നിറച്ചിരിക്കുന്നത്. എന്നിട്ടും തീർച്ചയായിട്ടും ആ നാട്ടുകാരൊന്നും കാണാതെ പോയത് തീർച്ചയായിട്ടും വലിയൊരു ഉപേക്ഷക്കുറവ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത്രയും കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലൊക്കെ നടത്തപ്പെടുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടിപ്പോകും. വാടകക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ദിവസവും അവിടെ പോയി നോക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ഒരു വീടിനകത്തേക്ക് പോലീസ് തന്നെ ചെന്ന് കയറിയപ്പോൾ തീർച്ചയായിട്ടും ആദ്യം SI അടക്കമുള്ള ആൾക്കാർക്ക് ഞെട്ടലാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ഇത് മലപ്പുറത്തെ CI മണികണ്ഠ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒരു അപകടവുമായിട്ട്, അതുപോലെ തന്നെ വാസുപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അപകടം സംഭവിക്കുന്നു. അവിടെ നിന്ന് അപകട സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തി ബൈക്ക് എടുത്തുകൊണ്ട് കടന്നു കളയുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ദിൽഷാദ് എന്ന് പറയുന്ന തിരുനാവായ സ്വദേശിയാണ്. അദ്ദേഹത്തിന് 23 വയസ്സാണ് പ്രായം. ഈ സമയത്ത് ഈ അന്വേഷണം തീർച്ചയായിട്ടും ജനങ്ങളിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാക്കുന്നു. ഈ വീട്ടിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ അവർ പോലീസിലേക്ക് വിവരങ്ങൾ കൈമാറുന്നു. പോലീസ് ഈ വിവരങ്ങൾ അന്വേഷിച്ചെത്തിയത് ഈ വീട്ടിൻ്റെ അകത്താണ് താനും. എത്തിയ സമയത്ത് തന്നെ 10-20ഓളം വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ സ്വർഗം കാണാൻ വേണ്ടി സ്വർഗ്ഗരാജ്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ CI മണികണ്ഠ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുന്നത്. ആ സമയത്ത് തന്നെ അവരെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവസാനമായിട്ട് അതിൻ്റെ നടത്തിപ്പുകാരനെ പോലീസിന് കയ്യിൽ കിട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദിൽഷാദ്. 23 വയസ്സ് മാത്രം പ്രായം. വീട്ടിൽ നിന്ന് കോളേജിലേക്ക് എന്ന് ഇറങ്ങിപ്പോകുന്ന ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത്രയും വൃത്തികെട്ട, ഇത്രയും ലോകത്തെയും രാജ്യത്തെയും നമ്മുടെ നാട്ടിലെയും സകല കുട്ടികളെയും വടക്കാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലാണ് ഇദ്ദേഹം മുഴുകിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 3/4 കിലോയോളം കഞ്ചാവാണ് അദ്ദേഹത്തിൽ നിന്ന് മാത്രം ആ സമയത്ത് മാത്രം ആ വീട്ടിൽ നിന്ന് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ഏകദേശം വിറ്റ് പോകുന്നത് 1 കിലോയോളം കഞ്ചാവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയ്ക്കും ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വാർത്ത ചാനലിൽ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ വാർത്ത ഒന്ന് കാണാം.
ഉപയോഗത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. മേമ്പുടിക്ക് കോഡ് ഭാഷയിൽ മുറികൾക്ക് പേരും. സ്വർഗം, ചാർലി, ബെർലിൻ, ചുവന്ന കണ്ണ്, വലിയ ചിരി, റൂഹിന് വിട, ടോക്സിക് തുടങ്ങിയ കോഡ് പേരുകളും ചിത്രങ്ങളും ഹൈടെക് ലഹരി കേന്ദ്രത്തിന്റെ പ്രത്യേകതകളാണ്. കുറ്റിപ്പുറം തങ്ങൾപ്പടി വാസുപടിയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി ആധുനിക സൗകര്യങ്ങളോടെ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. വെള്ളിയാഴ്ച വാസുപടിയിൽ ഒരു അപകടമുണ്ടായി. അതിന് വഴിയൊരുക്കിയത് ലഹരി കേന്ദ്രത്തിൽ നിന്ന് പാഞ്ഞെത്തിയ ബൈക്കായിരുന്നു. നിരന്തരം അമിത വേഗത്തിൽ ഇവിടെ നിന്ന് ബൈക്കുകൾ രാപ്പകലില്ലാതെ പോകുന്നതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ അറിഞ്ഞിറങ്ങി. സംശയം പോലീസിനെ അറിയിച്ചു. പോലീസിന്റെ പരിശോധനയിലാണ് വാടക വീട് ലഹരി കേന്ദ്രമായി മാറ്റിയതായി കണ്ടെത്തിയത്. പോലീസിനെ കണ്ടതോടെ സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പരിശോധനയിൽ 685 ഗ്രാം കഞ്ചാവും പുകവലിക്കാൻ ഉപയോഗിക്കുന്ന 3 ഫർണസുകളും പോലീസ് കണ്ടെടുത്തു. ഏതായാലും നാടിനെയും നാട്ടാരെയും ഞെട്ടിച്ച ഈ സംഭവത്തിന് നേതൃത്വം നൽകിയത് കുറ്റിപ്പുറം, അതുപോലെ തന്നെ CI മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള SI ശ്രീനിവാസൻ, അതുപോലെ തന്നെ ASI ആയ അമ്പിളി, അതുപോലെ തന്നെ ശ്യാം, ലിബിൻ എന്ന് പറയുന്ന ഒരു കൂട്ടം പോലീസുകാരാണ്. തീർച്ചയായിട്ടും അവർക്കൊരു ബിഗ് സല്യൂട്ട്. കാരണം നാട്ടിനെയും നാട്ടാരെയും എല്ലാം വൃത്തികേടിലേക്ക് നയിക്കുന്ന ഒരു സംഘം, ഒരു കൊള്ള സംഘം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇതുവരെയൊന്നും നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു കൊള്ള സംഘം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അവരെ പിടിക്കാനും ആ ഒരു പ്രവർത്തനം മലപ്പുറത്ത് അവസാനിപ്പിക്കാനും വേണ്ടി സാധിച്ചതിന് ഒരുപാട് തീർച്ചയായിട്ടും അവർ പ്രോത്സാഹനം അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നാട്ടിലെ നാട്ടാർ തീർച്ചയായിട്ടും വലിയ ഒരു സഹായം പോലീസിന് നൽകണം. നിങ്ങളുടെ നാട്ടിലെങ്കിലും ഇത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളും അതിൽ പെടുന്നുണ്ട് എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ആ വിവരം പോലീസിനെ അറിയിക്കുക തന്നെ വേണം. അല്ലാതെ കാലത്തോളം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകും. ഇത്തരത്തിൽപ്പെട്ട വഴിതെറ്റൽ ഒരു പ്രാവശ്യം വഴിതെറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള ഒരു പോക്കായിരിക്കും. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു പരിശ്രമം തന്നെ അതിൻ്റെ പുറകിൽ ആവശ്യമായി വരും. ഒരുപാട് കുട്ടികളുടെയും ഒരുപാട് കുടുംബങ്ങളുടെയും കണ്ണുനീർ വരുത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിൽപ്പെട്ട യുവാക്കൾ നാട്ടിൽ കേന്ദ്രീകരിച്ച് ചെയ്യുന്നത്. കാരണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നതിന് പകരം പെട്ടെന്ന് ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ വിറ്റയിച്ചാൽ തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് രൂപയാണ് അവരുടെ കയ്യിലേക്ക് വരുന്നത്. 23 വയസ്സ് മാത്രമുള്ള ദിൽഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വക്കൽ നിന്ന് ഒരു ദിവസം കിട്ടിയത് 3/4 കിലോ കഞ്ചാവാണ്. അപ്പോൾ 1 കിലോ കഞ്ചാവ് ഒരു ദിവസം അവിടെ വിൽക്കുന്നുണ്ട് എങ്കിൽ ഒരു മാസത്തേക്ക് 30 കിലോ കഞ്ചാവ് ആ വീട്ടിൽ അദ്ദേഹം വിറ്റ് ചിലവഴിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭം, അദ്ദേഹത്തിൻ്റെ പണം എത്രയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുന്നുകൂടുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇത്തരത്തിൽപ്പെട്ട കുട്ടികളുടെ കയ്യിൽ വലിയ വലിയ വാഹനങ്ങളൊക്കെ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും വീട്ടുകാരായ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത ബൈക്കും, നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത കാറും, നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത ഡ്രസ്സുകളും എല്ലാം അവർ ഇടുമ്പോൾ തീർച്ചയായിട്ടും എവിടെ നിന്ന് ഈ പൈസ കിട്ടിയെന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അന്വേഷിച്ച് ചെല്ലണം. അങ്ങനെ അന്വേഷിച്ച് ചെന്നാൽ ഇത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികെട്ട ഒരു റാക്കറ്റിൻ്റെ കയ്യിലായിരിക്കും അവരുടെ തീർച്ചയായിട്ടും ചരട് കിടക്കുന്നത്. അത് പൊട്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആത്യന്തികമായിട്ട് നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങും. തീർച്ചയായിട്ടും അതിന് തീർച്ചയായും എല്ലാവരും നിങ്ങളെ കുട്ടികളെല്ലാം പിന്തിരിപ്പിച്ച് കാര്യമായിട്ട് കൗൺസിലിങ്ങും മറ്റും കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ലഹരി തീർച്ചയായിട്ടും അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ജീവിതവും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അത് നശിപ്പിക്കും. ഒരു മതവും ഒരു ജാതിയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സുഖമൊന്നുമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം. ഈ സ്വർഗ്ഗലോകം കാണാൻ വേണ്ടിയിട്ട് ആരും അങ്ങോട്ട് വണ്ടി കയറുകയും വേണ്ട. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വാർത്തകൾ തീർച്ചയായിട്ടും പരമാവധി നിങ്ങൾ പൊതുജനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കാണുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.